السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, കഴിഞ്ഞ ചില സംസാരങ്ങളിൽ ഉദ്റുംബിൽ ജഹലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചില ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വസ്വാസുകളെ വിശകലനം ചെയ്യുകയുണ്ടായി. അതിന്റെ രണ്ടാമത്തെ ഭാഗം, അതായത് ഒരു ആരോപണത്തിനാണ് നേരത്തെ മറുപടി പറഞ്ഞത്. ഇന്ന് ചർച്ച ചെയ്യുന്നത് സഹോദരൻ ആഷിഖ് തന്റെ സംസാരത്തിൽ കുറെ പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ ഉദ്റുംബിൽ ജഹൽ ഉള്ളവരാണ് എന്നും മറ്റു ചിലരെ കുറിച്ച് ഉദ്റുംബിൽ ജഹൽ ഇല്ലാത്തവരാണ് എന്നും പറഞ്ഞു. അതിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹ്, ഈ ആളുകളുടെയൊക്കെ നിലപാട് എന്താണ് എന്നുള്ളത് കഴിഞ്ഞ ചില സംസാരങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഏത് ഉദ്റാണ് ഉണ്ട് എന്ന് പറഞ്ഞത്, ഏതാണ് ഇല്ല എന്ന് പറഞ്ഞത്, ആർക്കാണ് ഉണ്ട് എന്ന് പറഞ്ഞത്, ആർക്കാണ് ഇല്ല എന്ന് പറഞ്ഞത് എന്നത് വളരെ വ്യക്തമായി വിശദീകരിക്കുകയും ഈ വസ്വാസ് ഉണ്ടാക്കുന്ന ആളുകൾ അല്ലെങ്കിൽ എല്ലാ കേരളത്തിലെ ഖുബൂരികൾക്കും ഉദ്റുംബിൽ ജഹലുണ്ട് എന്ന് വാദിക്കുന്ന ആളുകളുടെ വാദം ഇവരാരും പറഞ്ഞിട്ടില്ല എന്നതും അവിടെ വിശദീകരിക്കുകയുണ്ടായി. അതിൽ ഷെയ്ഖ് ഉസൈമീന്റെ ചില വാചകങ്ങൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. നാലാമതായി അല്ലെങ്കിൽ നാലാമത്തെ ആളായി മുഹമ്മദ് ഷെയ്ഖ് ഉസൈമീന്റെ വളരെ സുവ്യക്തമായ ഒരു വാചകം, അതിന്റെ ആശയങ്ങൾ വിശദീകരിക്കുകയാണ്. സംശയമുള്ള ആളുകൾക്ക് അദ്ദേഹത്തിന്റെ പ്രസിദ്ധ ഗ്രന്ഥമായ അശ്ശർഹുൽ മുംതിഅ് എന്ന് പറയുന്ന ഫിഖ്ഹിന്റെ ഗ്രന്ഥത്തിൽ 6-ാം വാള്യം 192-ാമത്തെ പേജിൽ ഈ കാര്യം വായിക്കാൻ സാധിക്കും. ഞാൻ അറബി അധികവും വായിക്കാത്തത് സമയം നീണ്ടുപോകും എന്നതുകൊണ്ടാണ്. അതിൽ അദ്ദേഹം പറയുകയാണ്, എല്ലാ ആളുകളിൽ നിന്നും അറിവില്ല എന്ന ഒരു വാദം സ്വീകരിക്കപ്പെടുമോ? മറുപടി ഇല്ല. തീർച്ചയായും മുസ്ലിങ്ങൾക്കിടയിൽ ജീവിക്കുകയും നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് എന്നീ കാര്യങ്ങളെ നിഷേധിക്കുകയും ചെയ്യുന്ന ഒരുത്തൻ, എന്നിട്ട് അവൻ പറയുന്നു എനിക്ക് അറിയില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പറഞ്ഞ കാര്യങ്ങളൊന്നും നിർബന്ധമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് മുസ്ലിങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരുത്തൻ പറയുകയും ചെയ്താൽ ഫലാ യുഖ്ബലു ഖൗലുഹു, എനിക്ക് അറിയില്ല എന്ന അവന്റെ ആ വാദം സ്വീകരിക്കപ്പെടുകയില്ല. കാരണം വിവരമുള്ളവനാകട്ടെ വിവരമില്ലാത്ത സാധാരണക്കാരനാകട്ടെ എല്ലാവരും അടിസ്ഥാനപരമായി പ്രാഥമികമായി മനസ്സിലാക്കേണ്ടുന്ന ഇസ്ലാമിൽ നിന്ന് അറിയപ്പെട്ട കാര്യങ്ങളാണിത്. എന്നാൽ ഒരാൾ ഇസ്ലാമിലേക്ക് അടുത്ത കാലത്ത് കടന്നു വന്നവനോ ദൂരെയുള്ള, അതായത് നഗരങ്ങളിൽ നിന്നും ഇനി ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും തന്നെയും അകലെയുള്ള ഏതെങ്കിലും മരുപ്രദേശത്തോ മറ്റോ താമസിക്കുന്നവനോ ആണെങ്കിൽ അവനിൽ നിന്ന് വിവരമില്ല എന്ന വാദം സ്വീകരിക്കപ്പെടും. അവൻ അതുകൊണ്ട് കാഫറാക്കപ്പെടുകയുമില്ല. എന്നാൽ അവനെ നാം ഈ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കണം. എന്നിട്ട് വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം അവന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവൻ കാഫറാണെന്ന് നാം വിധിക്കും. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ വിഷയം, അതായത് അറിവില്ലായ്മയുടെ ഉദ്ർ എന്ന വിഷയം, അത് മസ്അലത്തുൻ അളീമത്തുൻ ശായിഖത്തുൻ. കഴിഞ്ഞ ക്ലാസ്സിലും സമാനമായ വാചകങ്ങൾ നമ്മൾ വായിച്ചു. ഉദ്റുംബിൽ ജഹലിന്റെ വിഷയം വിരലളക്കുന്ന വിഷയം പോലെയല്ല. ആ അർത്ഥത്തിലാണ് ഇവിടെ ശൈഖ് പറയുന്നത്. ഇത് വളരെ കെട്ടിപ്പിണഞ്ഞ അല്ലെങ്കിൽ മുള്ളുള്ള, എന്നാൽ ഗൗരവമേറിയ പ്രയാസമുള്ള ഒരു വിഷയമാണ്. മാത്രവുമല്ല ഈ വിഷയത്തെ ശരിക്കും തഹ്ഖീഖാക്കുന്നതിലും അതിനെ രൂപപ്പെടുത്തുന്നതിലുമൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽപ്പെട്ട ഒരു കാര്യവുമാകുന്നു. അപ്പൊ തഹ്ഖീഖാക്കുന്ന കാര്യത്തിലും അതിനെ എങ്ങനെയാണെന്ന് വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന തഹ്ഖീഖിന്റെയും തസ്വീറിന്റെയും കാര്യത്തിൽ മിൻ അഅ്ളമിൽ മസായിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽപ്പെട്ട ഒരു കാര്യവുമാകുന്നു ഇത്. വീണ്ടും അദ്ദേഹം പറയുന്നു, എന്നാൽ ജനങ്ങളിൽ ചില ആളുകൾ മതത്തിലെ തൗഹീദ് പോലുള്ള അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഉദ്റേ ഇല്ല എന്ന് മൊത്തത്തിൽ പറഞ്ഞ ആളുകളുണ്ട്. ഒരു മുസ്ലിമിനെ ഒരു ഗ്രാമപ്രദേശത്തോ അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നുമൊക്കെ അകന്ന വാദികളിലോ മരുഭൂമികളിലോ മറ്റോ താമസിക്കുന്ന ഒരുത്തൻ ഒരു ഖബറിനെ ആരാധിക്കുന്നതോ വലിയനെ ആരാധിക്കുന്നതോ ആയി നാം കാണുകയും അവൻ ഞാൻ മുസ്ലിമാണെന്ന് വാദിക്കുകയും ചെയ്താൽ, അങ്ങനെ പറയാൻ കാരണം അവൻ അവന്റെ പൂർവ്വ പിതാക്കന്മാരെ ആ അവസ്ഥയിലാണ് അവൻ കണ്ടത്. ഈ പിതാക്കളിൽ നിന്ന് കണ്ട ഈ കാര്യം ശിർക്കാണ് എന്ന് അവൻ മനസ്സിലാക്കിയിട്ടുമില്ല. ഫലാ യുദ്ർ, അങ്ങനെയുള്ള ഒരാൾക്ക് ഉദ്ർ നൽകപ്പെടുകയില്ല
എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ട്. എന്നാൽ ശൈഖിന്റെ അഭിപ്രായം പറയാം, വസ്സഹീഹു അന്നഹു ലാ യുകഫർ അല്ലെങ്കിൽ ലാ യക്ഫുർ. ഇങ്ങനെ ആരും പറഞ്ഞു കൊടുക്കാനില്ലാത്ത, മുസ്ലിങ്ങളായ ആളുകളും ഇല്ലാത്ത ഒരു വിദൂരമായ സ്ഥലത്ത് ഇങ്ങനെ വിവരം കിട്ടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ കാഫർ ആവുകയില്ല എന്നതാണ് ശരിയായ നിലപാട്. അതായത് ശൈഖിന്റെ നിലപാട് അതാ വരുന്നത്. എന്നിട്ട് അതിനുള്ള തെളിവുകൾ സൂറത്തുൽ ഇസ്രായിലെ 15-ാമത്തെ ആയത്തും അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു. എന്നാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് അറിവില്ലായ്മയുടെ ഉതിർ നൽകപ്പെടുകയുമില്ല. അപ്പൊ മുകളിൽ പറഞ്ഞു ഉതിർ നൽകപ്പെടും. എന്നാൽ ഈ ആളുകൾക്ക് തന്നെ തൗഹീദിന്റെ കാര്യത്തിൽ ഉതിർ നൽകപ്പെടുകയില്ല. എപ്പോഴും അവന് സാധ്യമായ കാര്യങ്ങളിൽ പെട്ടതായിരുന്നു പഠിക്കുക എന്നുള്ളത്. പക്ഷെ അവൻ പഠിച്ചില്ല, അതവൻ ചെയ്തില്ല. മഴ ഖിയാമി ശുഭത്തി എന്തഹു, അവന്റെ അടുക്കൽ അങ്ങനെ ശുഭത്ത് ഒരു സംശയമുണ്ടായിരിക്കെ അവൻ പഠിക്കാൻ തയ്യാറായില്ല. എന്നിട്ട് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നു എപ്പോഴാണ് ഒരാൾക്ക് പഠിക്കൽ അനിവാര്യമാകുന്ന ശുഭത്തുണ്ടാകുന്നത്. ഒരാൾ ആ ആളോട് പറയാൻ, നീ ഈ ചെയ്യുന്ന കാര്യം ഹറാമാകുന്നു എന്ന് അവനോട് പറയുന്നു. ഈ ചെയ്യുന്ന ആളോ അവൻ വിശ്വസിക്കുന്നത് ഈ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഹലാലാണ് എന്നാണ്. അതായത് ഇപ്പൊ അള്ളാഹു അല്ലാത്തവരോട് ആരാധിക്കുക എന്ന് പറയുന്നത് ഹലാലായ കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരുത്തനോട് ഇത് ഹറാമാണെന്ന് ഒരാൾ പറഞ്ഞു കൊടുത്താൽ ഫസൗഫ തകൂനു ഇൻദഹു ശുബ്ഹ അലൽ അഖൽ, ഏറ്റവും ചുരുങ്ങിയത് അവന്റെ അടുക്കൽ ഒരു സംശയം ഉണ്ടാകും. എന്താ, ഞാൻ ഹലാലാണെന്നല്ല വിചാരിച്ചത്, എന്നാ മറ്റേ ആളിനോട് ഹറാമാണ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അവന്റെ മനസ്സിൽ സംശയം ഉണ്ടാകണം. എന്താ അപ്പൊ അയാൾ അങ്ങനെ പറയാൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച്. അപ്പൊ ഒരാള് ഹലാലാണെന്ന് വിചാരിക്കുന്ന ആളോട് ഹറാമാണെന്ന് വേറൊരുത്തൻ പറഞ്ഞാൽ അപ്പോൾ യൽസമുഹു, അവന് അനിവാര്യമായി തീരും ഉറച്ച തെളിവോടുകൂടി ഒരു വിധിയിലേക്ക് എത്തിച്ചേരുന്നത് വരെ, അല്ലെങ്കിൽ അതിനു വേണ്ടി അവൻ പഠിക്കൽ അവന് അനിവാര്യമാകുന്നു. ഇവിടെ ശൈഖിന്റെ വാചകം നിർത്തിയിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളിപ്പോ കേരളത്തിലെ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ ഖുബൂരികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ശുഭത്ത് ഉണ്ടാകാത്ത ഏതെങ്കിലും ഒരു ഖുബൂരി ഉണ്ടാകുമോ? ഇല്ല. കാരണം അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നത്, ഇസ്തിഗാസ നടത്തുന്നത്, നേർച്ച നടത്തുന്നത്, അറവ് നടത്തുന്നത് ഒക്കെ ഹറാമാണ് എന്ന് മാത്രമല്ല ശിർക്കാണ് എന്ന് നിരന്തരം ഇവിടെ മുജാഹിദ് പ്രസ്ഥാനവും സലഫി സഹോദരന്മാരുമായ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കേൾക്കാത്ത ഏതെങ്കിലും ഒരു സമസ്തക്കാരനോ ഖുബൂരിയോ ഉണ്ടാകുമോ? ഇല്ല. അതവൻ കേട്ടതുകൊണ്ടാണ് ഇത് പറയുന്ന ആളുകളെ വഹാബി എന്ന് മുദ്രകുത്തുകയും അവർ ബിദഈകളാണ് എന്ന് പറയുകയും അവരുടെ പിന്നിൽ നമസ്കരിക്കരുതെന്നും അവർക്ക് വേണ്ടി നമസ്കരിക്കരുതെന്നും ഒക്കെ അവരുമായി ഒരു സഹകരണവും പാടില്ല, ബറാഅത്ത് പ്രഖ്യാപിക്കണം എന്ന് പരസ്യമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് അവന് വിവരമുണ്ടല്ലോ. അതെത്തിയിട്ട് എന്തുകൊണ്ട് ഈ വഹാബി പറയുന്നത് ശരിയാണോ എന്നൊരു പഠനം അവൻ നടത്തിയോ? ഇല്ല. എങ്കിൽ അവന് ഉതിറില്ല എന്നാണ് ശൈഖി പറഞ്ഞതിന്റെ അർത്ഥം. വീണ്ടും അദ്ദേഹം തുടരുകയാണ്. എന്നാൽ ചിലപ്പോൾ നമുക്ക് അവന്റെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ അവന് ഉതിർ കൊടുക്കുകയില്ല. മോള് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വിശദീകരിക്കുന്നത്. ഇങ്ങനെ ഒരു ശുഭത്തിനുള്ള സാധ്യത ഉണ്ടായ ആൾ ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചില്ല എങ്കിൽ അങ്ങനെയുള്ള ആൾക്ക് നമ്മൾ ഉതിർ കൊടുക്കുകയില്ല. എന്താ കാരണം? അവൻ പഠിക്കുക എന്ന കാര്യത്തിൽ വീഴ്ച വരുത്തിയിരിക്കുന്നു. ആ പഠനത്തിൽ വീഴ്ച വരുത്തിയത് കൊണ്ട് തന്നെ പഠനത്തിൽ വീഴ്ച വരുത്തി എന്നത് അവന്റെ ഉതിറിനെ ഇല്ലാതാക്കി കളയുന്നതാണ്. എന്നാൽ വിവരമില്ലാതിരിക്കുകയും അവന്റെ അടുക്കൽ അങ്ങനെ ഒരു സംശയത്തിന് സാധ്യത ഇല്ലാതെ പോകുകയും എന്നിട്ട് താൻ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, താൻ ഏതൊരു നിലപാടിലാണോ അത് ഹക്കാണ് എന്ന് വിശ്വസിക്കുകയും ഞാൻ ഹക്കിലാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരുത്തൻ, അവന്റെ മനസ്സിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരു മുഖാലഫയല്ല, മതത്തിനോട് എതിരായ ഒരു കാര്യമല്ല എന്നവൻ സംശയിക്കുന്നുമില്ല. അവൻ ഒരു മഅസിയത്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുഫ്റാണ് ചെയ്യുന്നത് എന്നവൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരാൾ വലായുംകിനു അൻ നുകഫിറഹു, അവനെ നമുക്ക് കാഫറാക്കാൻ സാധ്യമല്ല. ഏതുവരെ? അവൻ മതത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് വിവരമില്ലാത്ത ആളാണെങ്കിൽ പോലും സക്കാത്ത് അത് നിർബന്ധമാണ് എന്നുള്ളതും മതത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽപ്പെട്ടതാണ് എന്നതുപോലെ വമാഹാദ ലാ യുകഫർ അൽ ജാഹിൽ അല്ലെങ്കിൽ ലാ യക്ഫുറുൽ ജാഹിൽ, ഇങ്ങനെ വിവരമില്ലാത്ത ഒരുത്തൻ കാഫറായി തീരുകയില്ല. അപ്പൊ ശൈഖ് രണ്ടും വേർതിരിച്ചു പറഞ്ഞു. ശുബഹത്തിന് സാധ്യത ഉണ്ടായിട്ട് താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി തെറ്റാണെന്നൊരാൾ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാത്തവന് ഉതിറില്ല. അപ്പൊ കേരളത്തിലെ സമസ്തക്കാർക്ക്, അതുപോലെ തന്നെ തബ്ലീഗിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തൗഹീദില്ലാത്ത ആളുകൾ, മറ്റ് രണ്ട് സമസ്ത വിഭാഗങ്ങൾ, എല്ലാ ജാതികളും, ഇവർക്കൊന്നും ഉതിറില്ല എന്നാണ് ശൈഖ് ഇവിടെ സമർത്ഥിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒന്ന് കേൾക്കാത്ത, ഒരു സംശയത്തിന് പോലും വകുപ്പുണ്ടായിട്ടില്ലാത്ത, താൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ശരിയാണെന്നും അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള കാര്യമാണെന്നും ഇതൊരു കുഫറോ അല്ലെങ്കിൽ മഅസിയത്തോ ആണ് എന്ന് പോലും മനസ്സിലാക്കാത്ത വല്ലവനുമുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ അവന് ഉതിർന്നു കൊടുക്കും. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇത് അള്ളാഹുവിനെതിരായ കാര്യമാണ്, തൗഹീദിനെതിരായ കാര്യമാണ്, മഴസിയത്താകുന്ന കാര്യമാണ്, കുഫ്റാകുന്ന കാര്യമാണ്, മതത്തിനെതിരായ കാര്യമാണ്, നിങ്ങൾ ചെയ്യുന്നത് ഹക്കിന്റെ മാർഗമല്ല, ഇത് ബാത്തിലിന്റെ വിഷയമാണ് എന്ന് കേൾക്കാത്ത വല്ല മനുഷ്യനും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവന് ഉഴുതുറുണ്ട്. അപ്പൊ വളരെ ക്ലിയറായി ഇവിടെ കേൾക്കാത്ത, പഠിക്കാത്ത, അറബി അറിയാത്ത, ഖുർആൻ ഓതാത്ത വല്ലവരുമുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഉതിർ കൊടുക്കാം. ഇതൊന്നും അയാൾ കേട്ടിട്ടുണ്ടാകരുത്, വായിച്ചിട്ടുണ്ടാകരുത്, അറിഞ്ഞിട്ടുണ്ടാകരുത്. ഇവിടെ അങ്ങനെ തൗഹീദ് പറയുന്ന ഒരുത്തനും കേരളത്തിൽ ഇല്ല എന്ന അവസ്ഥയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. അപ്പോ ഇതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, ആശിക്കും അതുപോലെ തന്നെ ആശിക്കിനെ ഇതിലേക്ക് വലിച്ചു കൊണ്ടുവന്ന അല്ലെങ്കിൽ ആശിക്കിനെ ഉപയോഗപ്പെടുത്തി പുകമറ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ സെൽഫി ഹൽഫികൾ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാദത്തിന് ഇതിൽ യാതൊരു തെളിവുമില്ല എന്ന് മാത്രമല്ല പണ്ഡിതന്മാർ അംഗീകരിച്ച